ഈ ആഴ്ചത്തെ സാമാന്യ വാരഫലമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. മേടക്കൂറ്, അശ്വതി, ഭരണി, കാർത്തികാൽ നക്ഷത്രങ്ങൾ. ധനലാഭം, ഭാര്യാസുഖം, പുത്രസൗഖ്യം, കാര്യസിദ്ധി, സാമർത്ഥ്യം എന്നിവ ഉണ്ടാകും. സാമൂഹികമായ അംഗീകാരം, ഉയർന്ന സ്ഥാനലബ്ധി, സ്വപ്രയത്നത്താലും യോഗ്യതയാലും സ്ഥാനലഭ്യതയും ഉണ്ടാകും. ആഘോഷങ്ങളിൽ പങ്കെടുക്കും. ജോലി സ്ഥലത്ത് അംഗീകാരം ഉണ്ടാകും. മേലധികാരികൾ, സഹപ്രവർത്തകർ, പങ്കാളികൾ എന്നിവരിൽ നിന്നും നേട്ടമുണ്ടാകും. ഇൻഷുറൻസ് ആനുകൂല്യം ലഭിക്കും. സർക്കാരിൽ നിന്നുള്ള ഭയവും കലഹവും, കണ്ണിലും ഉദരത്തിലും വ്യാധി നിമിത്തമുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. നൈപുണ്യം മൂലമുള്ള കാര്യജയം സ്ത്രീജനങ്ങളിലൂടെയും സുഹൃത്തുക്കളുടെയും നേടും. കർമ്മങ്ങൾക്ക് ഫലസിദ്ധി, സാഹിത്യം, എഴുത്ത് എന്നിവയിൽ വിജയം ഉണ്ടാകും. വ്രണാദികളെ കൊണ്ട് ഉപദ്രവവും രക്തസംബന്ധമായ രോഗത്തിനുള്ള സാധ്യതയും കാണുന്നു. ബന്ധുജനങ്ങളിൽ നേട്ടവും ആഗ്രഹ സഫലീകരണവും, ഉത്കടമായ മനസ്സും തർക്കസംബന്ധമായ നിയമ വ്യവഹാരത്തിനുള്ള അപകട സാധ്യതയും, ഇടപാടുകളിൽ അമാന്തവും പ്രയാസവും, ഉയർന്ന ഉദ്യോഗസ്ഥരുമായി പൊരുത്തക്കേടും കാണുന്നു. ഇടവക്കൂറ്, കാർത്തിക, മുക്കാല്, രോഹിണി, മകീരം, അര. ബുദ്ധിസാമർത്ഥ്യം, വാക്സാമർത്ഥ്യം, കാര്യസിദ്ധി, ദ്രവ്യലാഭം, കളത്രോത്സവം എന്നിവ കാണുന്നു. ജോലിയിൽ നല്ല പ്രകടനത്തിനുള്ള അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകും. ബന്ധുജന സഹവാസവും അധികാരശക്തിയും ലാഭവും കരഗതമാവും. ശത്രുനാശവും ഊർജ്ജസ്വലതയും, നഷ്ടപ്പെട്ടത് കഠിനാധ്വാനത്തിലൂടെ വീണ്ടെടുക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നു. ഊഹക്കച്ചവടങ്ങളിൽ എടുത്തുചാട്ടം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. സ്ത്രീകൾ നിമിത്തം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ഉന്നത സ്ഥാനപ്രാപ്തിയും അനുഭവപ്പെടും. അടുത്ത മിഥുനക്കൂറ്, മകീരം, അര, തിരുവാതിര, പുണർന്ന, മുക്കാല്. എല്ലാം ഉണ്ടായാലും അനുഭവിക്കാൻ ഇടയില്ലായ്ക എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാകും. ഫലപ്രദമായ ശുശ്രൂഷയിലെ വേഗത്തിലുള്ള രോഗശാന്തി ലഭ്യമാകും. ജോലിയിൽ നല്ല പ്രകടനം കാഴ്ചവെക്കും. അനുകൂലമായ സാഹചര്യം വരും. യാത്രയിൽ അപകട സാധ്യത കാണുന്നു. താമസ സ്ഥലത്ത് അഭിവൃദ്ധിയും ജീവിതാനുഭവം, ആത്മസംതൃപ്തിയും കൈവരിക്കാൻ സാധിക്കും. ഉദരവ്യാധി, വ്യഥാസഞ്ചാരം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. പുത്രരോഗം, ശത്രുഭയം, ഗൃഹോപകരണ ലബ്ധി എന്നിവയും കാണപ്പെടുന്നു. അടുത്ത കർക്കിടക്കൂറ്, പുണർന്നം, കാല്, പൂയം, ആയില്യം. ഭാഗ്യശാലിയും ഉദാരമനസ്കരമായ പങ്കാളിയുടെ സഹായം ഉണ്ടാകും. വാതപിത്ത കഫം മൂലമുള്ള അസ്വസ്ഥതകൾ, സ്വജനങ്ങൾ ശത്രുക്കളായി മാറും. അനാവശ്യ ചെലവ്, കുടുംബകലഹം എന്നിവയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സർക്കാർ കാര്യങ്ങളിൽ വിജയമുണ്ടാകും. വലിയ കാര്യങ്ങൾക്ക് വലിയ തോതിൽ ചെലവഴിക്കാനും സംരംഭകത്വം, പൈതൃകം, പാരമ്പര്യം എന്നിവയിലെ വിജയവും ശ്രദ്ധക്കുറവ് മൂലം സാമ്പത്തിക ബുദ്ധിമുട്ടും ഉണ്ടാകാം. ബന്ധുക്കളുമായി പൊരുത്തക്കേടും അനുഭവിക്കാനിടവരും. ഉന്നത ഉദ്യോഗസ്ഥരുമായി തർക്കം, വിജയപ്രദവും ശുഭകരമായ യാത്രകൾ, വസ്ത്രലാഭം എന്നിവയും ഉണ്ടാകാം. അടുത്ത ചിങ്ങക്കൂറ്, മകം, പൂരം, ഉത്രംകാല്. മനോദുഃഖം, ഭാര്യാവിരഹം, ധനനഷ്ടം, കലഹം എന്നിവയും ഉണ്ടാകാം. വിനോദവുമായി ബന്ധപ്പെട്ട ദുരനുഭവങ്ങൾ, കുട്ടികൾ മൂലം ദുരനുഭവം എന്നിവയും പിന്നീട് സ്ഥിരരോഗം, വാതപിത്ത കഫം മൂല അസ്വസ്ഥതകൾ എന്നിവയ്ക്ക് അലട്ടും. പ്രബലരായ ശത്രുക്കളുടെ ഉപദ്രവം, തെറ്റായ കുറ്റാരോപണങ്ങൾ, സഹോദരങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച എന്നിവയും ഉണ്ടാകാം. അടുത്ത കന്നിക്കൂറ്, ഉത്തരം, മുക്കാല, അത്തം, ചിത്രയര. സ്ഥാനഭ്രംശവും ഇഷ്ടജനങ്ങളുമായിട്ടുള്ള വേർപാടും കാര്യതടസ്സവും രോഗവും ഫലം. മനോദുഃഖം, വിരഹം, ധനനഷ്ടം, കലഹം എന്നിവ ഉണ്ടാകും. ബന്ധുക്കളോട് കലഹം, സഞ്ചാരവാഗ്ദോഷം, ഭാര്യാസുഖം, സുഖാനുഭവം എന്നിവയൊക്കെ ഉണ്ടാകാം. ദേഹപീഡ, വിഭവനാശം, സഞ്ചാരം, രോഗം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. ദ്രവ്യനാശം, നേത്രരോഗം, അന്യരിൽ നിന്നുള്ള ചതിവ് പറ്റുക, കാര്യഭംഗം, ദേഹക്ഷേതം എന്നിവയും ഉണ്ടാകാം. തുലാക്കൂറ്, ചിത്രയര, ചോതി, വിശാഖം, മുക്കാല്. ഗൃഹത്തിൽ സന്തുഷ്ടിയും മാനസിക സംതൃപ്തിയും അനുഭവിക്കാൻ ഇടവരും. നിഗൂഢ പ്രവൃത്തികൾക്ക് അനുകൂലമായ സമയമാണ്. മറ്റുള്ളവരുടെ ചതിയിൽ പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ വേണം. സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെ നിങ്ങൾക്ക് ബഹുമതിയും അംഗീകാരവും ലഭിക്കും. നിങ്ങളുടെ പ്രവർത്തനങ്ങളെ മറ്റുള്ളവർ അഭിനന്ദിക്കും. സാമ്പത്തിക നേട്ടങ്ങൾ, അഭിവൃദ്ധി, സർക്കാർ കാര്യങ്ങളിൽ വിജയം, വലിയ നേട്ടങ്ങൾക്കായി വലിയ തോതിൽ ചെലവ് ചെയ്യാൻ സാധിക്കും. സന്തുഷ്ടമായ കുടുംബജീവിതം,
ഈ ആഴ്ചയുടെ അവസാനം ലഭിക്കും. അടുത്തത് വൃശ്ചികക്കൂറ്. വിശാഖം കാല അനിഴം തൃക്കേട്ട. വിശ്വസ്തരായ സുഹൃത്തുക്കൾ, ബന്ധുജനങ്ങൾ എന്നിവരുടെ നേട്ടവും ആഗ്രഹ സഫലീകരണവും, പരദൂഷണ അപകീർത്തി ഭയം, അപ്രതീക്ഷിത സ്ഥാനനഷ്ടം, യാത്രാ പ്രവർത്തന മികവ് എന്നിവയുണ്ടാകും. നിഗൂഢ ശാസ്ത്രങ്ങൾ വഴി നേട്ടവും ശത്രുക്കളുടെ മേൽ വിജയവും ലൗകികമായ വിഷയങ്ങളിൽ അഭിവൃദ്ധിയും ഉണ്ടാകും. പ്രണയബന്ധങ്ങളുണ്ടാകാനും മറ്റുള്ളവരുടെ ചതിയിൽപ്പെടാനും സാധ്യതയുണ്ട്. സൂക്ഷ്മമായ ഊഹക്കച്ചവട താൽപര്യം, സംരംഭകത്വം, പൈതൃക പാരമ്പര്യം എന്നിവയിലൂടെ ശ്രദ്ധക്കുറവ് മൂലം ധനനഷ്ടവും സംഭവിക്കാം. അടുത്ത ധനുക്കൂറ്. മൂലം, പൂരാട, ഉത്രാടം കാല്. സ്ഥാനഭ്രംശം, കലഹം, ബുദ്ധിമാന്ദ്യം എന്നിവ ഉണ്ടാകും. ദ്രവ്യ ലാഭം, ശത്രുനാശം, സ്ത്രീസുഖം എന്നിവ ഉണ്ടാകും. സാമ്പത്തികമായും ആരോഗ്യപരമായും നല്ല കാലഘട്ടമല്ല. കടബാധ്യതകൾ വർദ്ധിക്കും. സ്ഥാനചലനവും വിദേശവാസയോഗവും ഉണ്ടാകും. സത്കർമ്മങ്ങൾ ഒന്നും ഫലിക്കാതിരിക്കുക, ഉത്സാഹരാഹിത്യം, ലക്ഷ്യമില്ലാതെ അലഞ്ഞു നടക്കുക എന്നിവ ഉണ്ടാകും. ബുദ്ധിമാന്മാരായ സുഹൃത്തുക്കൾ, പരിചയക്കാർ ഇവരിൽ അമിതമായിട്ട് വിശ്വാസം അർപ്പിക്കാതിരിക്കുക. അടുത്ത മകരക്കൂറ്. ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടാര. അപ്രതീക്ഷിത ഭാഗ്യം, കച്ചവടക്കാർക്ക് അനുകൂലമായ സമയം, ബന്ധുജനങ്ങളുടെ വിയോജിപ്പ്, ആരോഗ്യക്ഷയം, പ്രണയം, ദാനധർമാദികളിൽ താൽപര്യം, ശാരീരിക പരിക്ക് എന്നിവയ്ക്ക് സാധ്യത. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. ഉത്കൃഷ്ടമായ അഭിലാഷ പ്രവണത, ആദരണീയ ധാർമ്മിക നിലപാടുകൾ, സാഹിത്യം, എഴുത്ത് എന്നിവയിൽ വിജയമുണ്ടാകും. വിശ്വസ്തരായ സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുജനങ്ങളിൽ നിന്നും നേട്ടമുണ്ടാകും. സാമൂഹ്യ കാര്യങ്ങളിൽ താൽക്കാലിക വിജയം ഉണ്ടാകും. ശത്രുക്കളുടെ മേൽ ലൗകിക സുഖങ്ങളിൽ അഭിവൃദ്ധി, സൽക്കർമ്മങ്ങൾ ഫലിക്കാതിരിക്കുക എന്നിവയും ഉണ്ടാകാം. അടുത്ത കുംഭക്കൂറ്. അവിട്ടമര, ചതയം, പൂരിട്ടാതി, മുക്കാല്. സന്തുഷ്ടമായ വിവാഹം, സാമ്പത്തിക നേട്ടങ്ങൾ, സാമൂഹ്യ വിജയം, മേലധികാരികളിൽ നിന്നും അനുകൂലമായ അവസ്ഥ, സർക്കാരിൽ നിന്ന് ഭയം, രോഗം, വ്രണാദികൾ മൂലം ബുദ്ധിമുട്ട്, മാനഹാനി, രക്തസംബന്ധമായ രോഗം, വിദേശത്തു നിന്നും ധനാഗമം, നിയമപര ആനുകൂല്യം ഒക്കെ ഉണ്ടാകാം. ദുഷ്കീർത്തി വരാവുന്ന കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മീനക്കൂറ്. പൂരിട്ടാതി കാല്, ഉത്രട്ടാതി, രേവതി. വരുമാനത്തിൽ വർധനവ്, ആരോഗ്യം മെച്ചപ്പെടും, സ്വർണലാഭം, കാര്യവിജയം, മനസ്സമാധാനം ലഭിക്കാതിരിക്കുക, ഗാർഹിക മേഖലയിൽ പൊരുത്തക്കേട്, ആകുലത, ഭാര്യയ്ക്ക് രോഗബാധ, അസ്വാസ്ഥ്യം എന്നിവ ഉണ്ടാകും. മാനസിക വിഷമം, ദഹനക്കേട്, തർക്കം, പ്രയാസം, അപകടം, പരിക്ക്, ഭൂസ്വത്ത് വർധനവ്, ധനലാഭം, സുഖാനുഭവം എന്നിവയും ഈ ആഴ്ചയുടെ അവസാനം ഉണ്ടാകാം. ചെലവ് വർദ്ധിക്കും. നേത്രരോഗം, തലവേദന എന്നിവ ഉണ്ടാകും. വിദ്യാഭ്യാസത്തെ ദോഷകരമായി ബാധിക്കും. സംസാര നിയന്ത്രണം ആവശ്യമാണ്. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് സാമാന്യ ഫലം മാത്രമാണ്. എല്ലാവരുടെയും ജാതക ഫലം അനുസരിച്ച് ചില വ്യത്യാസങ്ങളുണ്ടാകാം. നമസ്തേ.